നമസ്കാരം, ഞാൻ ഡോക്ടർ ബിസ്മിത. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മുണ്ടിനീര് അഥവാ മംസിനെ കുറിച്ചാണ്. ഇന്ന് കുട്ടികളിൽ ഒരുപാടായി കണ്ടുവരുന്ന ഒരു രോഗമാണ് മംസ് എന്ന് പറയുന്നത്. ഈ ഒരു രോഗം മാരകമല്ല എങ്കിലും ഗുരുതരമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വന്ധ്യതയ്ക്ക് വരെ സാധ്യതയുള്ള ഒരു രോഗമാണിത്. വൈറസ് ബാധ മൂലം കവിളിന്റെ പിൻഭാഗത്തുള്ള ഉമിനീർ ഗ്രന്ഥികൾക്കുണ്ടാകുന്ന വീക്കമാണ് മംസ് എന്ന് പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് MMR വാക്സിനേഷൻ അവൈലബിൾ ആണ്. ഈ ഒരു വാക്സിനേഷൻ കിട്ടിയിട്ടില്ലാത്തവർക്കാണ് ഇത് കൂടുതലായും കണ്ടുവരുന്നത്. പനി, വിറയൽ, രുചിയില്ലായ്മ, തൊണ്ടയ്ക്ക് വേദന, വീക്കം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ചെവിക്കും കഴുത്തിനും താടിയലിനും ഇടയിലായിട്ടുള്ള പരോട്ടിഡ് എന്ന ഉമിനീർ ഗ്രന്ഥികൾക്ക് വീക്കമുണ്ടാകുന്നു. ആദ്യം ഒരു വശത്തേക്കാണ് കാണുന്നതെങ്കിലും ക്രമേണ 2 വശത്തേക്കും ഇത് പ്രകടമാകുന്നു. ഭക്ഷണം ചവയ്ക്കാനോ വിഴുങ്ങാനോ പ്രയാസപ്പെടുന്നു. ഇനി ഇതിന്റെ ചികിത്സാ വിധികളെ കുറിച്ചാണ് പറയുന്നത്. ലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഇതിന്റെ രോഗം നിർണ്ണയിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. എന്നാൽ വൈറസിനെ പ്രതിരോധിക്കാനുള്ള കൂടുതൽ ചികിത്സയുടെ ആവശ്യമായിട്ട് ബ്ലഡ് ടെസ്റ്റുകൾ വേണ്ടി വന്നേക്കാം. ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് മാറുന്നതായിരിക്കും. രോഗി ഉപയോഗിക്കുന്ന വസ്തുക്കൾ മറ്റുള്ളവർ ഉപയോഗിക്കാതിരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് പകരാൻ സാധ്യതയുള്ള ഒരു രോഗം കൂടെയാണ്. രോഗിയുടെ സ്രവം തെറിച്ച വസ്തുക്കളിലൂടെയോ രോഗി സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഒക്കെ ഈ രോഗം പകർന്നേക്കാം. ഈ രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള ഫുഡുകൾ കൂടുതലായും കഴിക്കാൻ ശ്രദ്ധിക്കുക. പുളിരസമുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ആയുർവേദത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒറ്റമൂലിയാണ് ഇനി പറയുന്നത്. ഇതിനായി ആവശ്യമുള്ളത് കടുക്കയാണ്. കടുക്ക എടുത്ത് ചെറുതേനിൽ അരച്ച് വീക്കമുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീര് വറ്റുകയും വേദന കുറയ്ക്കാനും സഹായിക്കുന്നു. ഉപ്പുവെള്ളം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കവിൾ കൊള്ളുന്നതും ഈ പ്രശ്നം പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ സഹായിക്കുന്നു. പ്രധാനമായും MMR വാക്സിനേഷൻ 2 ഡോസും എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. മുണ്ടിനീരിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.